കേട്ടോ. ഇവിടെ വ്ലോഗ് എടുക്കാണ്. നല്ല രസമുണ്ട് അവിടെ ഇരിക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം പോലെ പൊറോട്ട തെറിച്ചു പോകുന്നില്ല. എന്റെ യൂട്യൂബ് ചാനലിൽ കാണുകയാണോ? പക്ഷെ അതൊക്കെ അഡ്വഞ്ചറസ് അല്ലേ? അവര് പേടിച്ചരണ്ടിരിക്കുക. ഭാഗ്യമുണ്ടെങ്കിൽ സെയിൻസ്ബറിയിലോ ടെസ്കോയിലോ കാണാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ എങ്ങോട്ടേക്കാണ് ലക്ഷ്മി പോണേ? ഡേഡിൽ ഡോർ. കുറേ കാലത്തെ പ്ലാനിങ്ങിന് ശേഷം നമ്മൾ ഡേഡിൽ ഡോർ പോവാണ്. എക്സൈറ്റഡ് ആണോ ലക്ഷ്മി? ഞങ്ങൾ ഇപ്പം രാവിലെ ഇവിടെ സമയം 9 മണിയായി. ഞങ്ങളൊരു ഉച്ചയൊക്കെ ആകുമ്പോൾ അവിടെ എത്തുന്നതാണ് കാണിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്ത എയർബിഎൻബിയിലെത്തി. നമുക്കിന്ന് ഇതിൻ്റെ ഒരു കണ്ടെയ്നർ ഹോം ടൂർ ചെയ്യാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി ഹോൾവേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ തന്നെ ഈ ഒരു ട്വിൻ ബെഡുള്ള റൂമാണ്. അതിനോടടുത്ത് തന്നെ നമുക്ക് ഈ ടോയ്ലറ്റും ഷവർ റൂമും ഉണ്ട്. അങ്ങനെ ഹോൾവേ എൻഡ് ചെയ്യുന്നത് ഈ ഒരു വലിയ ബെഡ്റൂമിലാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിലെ കളേഴ്സും കാര്യങ്ങളും ഇത് സെറ്റ് ചെയ്ത് വെച്ചതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതേപോലെ തന്നെ ഇതിന് അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂമും ഷവർ ക്യൂബിക്കിളും വരുന്നുണ്ട്. കൂടാതെ അതിനകത്ത് നമുക്ക് വാർഡ്രോബ് സ്പേസ് വരുന്നുണ്ട്. നമ്മുടെ കൂട്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഹാങ് ചെയ്ത് വെക്കാം. എക്സ്ട്രാ ഡുവയും പില്ലോയും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇനി നമ്മുടെ മെയിൻ പാർട്ടായിട്ടുള്ള കിച്ചൺ ആൻഡ് ലിവിങ് ഏരിയ ആണ്. ഞങ്ങൾക്ക് ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആയിരുന്നു. അതിൻ്റെ കൂടെ ഡൈനിങ് ടേബിൾ ഉണ്ട്. ഇതേപോലെ മിഡിലൊരു ടേബിൾ ടോപ്പ് ഉണ്ട്. സോഫയും ടി വിയും പിന്നെ ഫയർ പ്ലേസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ വീടിന് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ചെയറും ടേബിൾസും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഇവിടെ ഇരുന്നൊരു ചായയൊക്കെ കുടിച്ച് വൈബ് ചെയ്യാൻ പറ്റിയൊരു സെറ്റപ്പൊക്കെ ആയിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എങ്ങനെയുണ്ട് ലക്ഷ്മി? അടിപൊളി. നല്ല രസമുണ്ട് അവിടെ ഇരിക്കാൻ. നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയ ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും ഒക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സെറ്റപ്പാണല്ലോ. ഇനി ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വെയിലൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ഒന്ന് ബീച്ചിലേക്ക് ഇറങ്ങാമെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അതിനു മുന്നേ എന്തെങ്കിലും കഴിക്കണം. ജറാമേ, നമ്മളെന്താ ഉച്ചക്ക് കഴിക്കണേ? ഉച്ചക്ക് കഴിക്കാൻ പോകുന്നത് പൊറോട്ട മഷ്റൂം. ഇത് ജറാം ഉണ്ടാക്കിയാണോ? ഓ, ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഭയങ്കര ടേസ്റ്റ് ആണോ? കഴിച്ചു നോക്കിയിട്ടാണോ? അർജിത്ത് എന്താ ചെയ്യണേ? ഇത് പൊറോട്ട ഉണ്ടാക്കിയ പൊറോട്ടയാണോ? ലക്ഷ്മി എന്താ ചെയ്യണേ? യൂട്യൂബിലാണോ? എന്റെ യൂട്യൂബ് ചാനലിൽ കാണുകയാണോ? നമുക്ക് ടി വിയിൽ ഇടായിരുന്നു. പൊറോട്ട അടിക്കാൻ പോകുന്നു. ഓ, ഈ ഐറ്റം കണ്ടില്ലല്ലോ. ഇതേത് ഐറ്റം? പുതിയ ഐറ്റം വന്നല്ലോ. എന്താണ് സാധനം? BDF. ഓക്കെ. ഇനി അർജിത്തിന്റെ അടിച്ച പൊറോട്ട. ഓ യെസ്. കഴിഞ്ഞ പ്രാവശ്യം പോലെ പൊറോട്ട തെറിച്ചു പോകുന്നില്ലേ? അങ്ങനെ ആരും അടിക്കോ? അങ്ങനെയൊക്കെ അടിക്കാം. എങ്ങനെയാണല്ലോ അടിക്കാം. ആരോടും ദേഷ്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ തീർക്കാം. എവിടെയോ കുത്തി പറയുന്ന പോലെ. അങ്ങനെ ലേറ്റ് ആയിട്ടാണെങ്കിലും ഞങ്ങൾ നല്ല ഗ്രാൻഡായ ലഞ്ച് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തു. നമുക്ക് പൊറോട്ട ഉണ്ട്, BDF ഉണ്ട്, ജയറാമിൻ്റെ സ്പെഷ്യൽ മഷ്റൂം കറി ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കഴിച്ചു നോക്കാം. റോസ്റ്റ്. അപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്യുമ്പോൾ മഷ്റൂം റോസ്റ്റും പൊറോട്ടയാണ് ഞാൻ ആദ്യം കഴിക്കുന്നത്.
സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. ജയറാമിന്റെ കൈപുണ്യം ജയറാം തെളിയിച്ചിരിക്കുന്നു. ഇനി അടുത്തത് അർജിത്തിന്റെ BDF ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റ്. എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? എന്ത് അങ്ങനെയുണ്ട് ലക്ഷ്മി? ഭക്ഷണങ്ങൾ അടിപൊളിയല്ലേ? ലക്ഷ്മി വെജിറ്റേറിയൻ ആണ്. അതുകൊണ്ട് ലക്ഷ്മി മഷ്റൂമും മാത്രമാണ് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങള് ബീച്ചിൽ പോകാൻ റെഡിയായി. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്സ്. കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുക, കുറച്ച് നേരം ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്യുക, എന്നിട്ട് തിരിച്ചു വരിക. നല്ല തണുപ്പുണ്ട് പുറത്ത്, അതുകൊണ്ട് എത്രമാത്രം പ്രാക്ടിക്കലായിരിക്കും അറിയില്ല പുറത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ബട്ട് എന്തായാലും നമ്മൾ ഒരുങ്ങി കെട്ടി വന്നു. കുറച്ചു നേരം ബീച്ച് കാണാം, എന്നിട്ട് തിരിച്ചു വരാം. ഈ ബീച്ചിൽ നിന്ന് കാണാം. ബൈ. അങ്ങനെ നമ്മൾ ഇപ്പോൾ ലുൽവർത്ത് കോവ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ ബോട്ടിങ്ങിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. പറ്റുകയാണെങ്കിൽ നമുക്കത് എടുക്കാം അല്ലേ? ഇവിടെ ഹോം മെയ്ഡ് ഐസ്ക്രീം ലക്ഷ്മി ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇത് കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്കൊന്ന് നടക്കുമ്പോൾ അധികം അറിയുന്നില്ല കേട്ടോ തണുപ്പ്. കാറ്റ് ഇടയ്ക്ക് വീശുമ്പോഴാണ്. ലൈഫ് ജാക്കറ്റ് ഇടില്ലേ? പക്ഷെ അതൊക്കെ അഡ്വഞ്ചറസ് അല്ലേ? ബെസ്റ്റ്. അങ്ങനെ നമ്മൾ ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. 4:45 ബോട്ട് എടുക്കുക. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. നനയുന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. കടൽ ഒന്ന് കുറച്ച് ഒരു ഭയങ്കര റഫായിട്ടാണ് ഉള്ളത്. നല്ല തിരകളൊക്കെ ഉണ്ട്. സോ നമുക്ക് നോക്കാം. ഈ ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തത്. ജുറാസിക് റിബ് റൈഡ് എന്നാണ് പറയുന്നത്. 4:45 സ്ലോട്ടാണ്. 4 പേര്. ജയറാം ഇവിടെ എല്ലാത്തിനും സെറ്റായിരിക്കുകയാണ്. അവർ നനയാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ കൂടെയൊക്കെ ഇട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ പാവം നിമിഷങ്ങൾക്കകം ഞങ്ങൾ ബോട്ടിലേക്ക് കയറുന്നതായിരിക്കും. വേറെ ആർക്കും കയറാൻ ഇവിടെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ? YouTube? Yeah. Hello YouTube. You didn't see that red tool? Don't pull it. നമ്മുടെ ബോട്ട് അമേലിയ. അടിപൊളി. Standing there. Yeah, and then on the set. And then onto the seat. Just ask you to remain seated for the whole trip, please, until we're back here on the pontoon. They will automatically inflate if you're having a really bad day. Thank you. ഹലോ ബോയ്സ്. എന്തൊക്കെയുണ്ട്? ഹായ് പറയാൻ അവര് പേടിച്ച് അരണ്ടിരിക്കുക. ഡ്രൈവർ അവിടെ ഇല്ലെന്നും നോക്കിക്കാറുണ്ട്. ഈ ഒരു സ്പീഡിൽ പോയാൽ മതി. ഈ സ്പീഡിലല്ല പോകുന്നത്. 2 മണിക്കൂറിന് യാത്ര. തമാശയാക്കാണ്. അല്ല തമാശയാക്കാണ്. അങ്ങനെ അങ്ങനെ ആക്കണ്ട കേട്ടോ. Oh boy.
Drinking Dragon. So on the left you can see the head going into the sea. It used to join up with the Isle of Portland over your left shoulder that you can see over there, and then obviously tectonic movement has just separated the Isle of Portland from the rest of the south coast. It's a UNESCO World Heritage Site. It gets increasing use into Hollywood and Bollywood films at the moment. It's even had Cliff Richard stood on the top of it singing Christmas #1s. What we'll do, the beach access is closed at the moment, so drive round the back of it and try and tuck ourselves in behind the archway for some photos. But obviously the sea's getting a little bit choppy at the moment, so we'll see how we go. Alright, thank you. Yeah. അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി, കുറച്ച് നനഞ്ഞു, വീട്ടിൽ തിരിച്ചു വന്നു, ഫ്രഷായി, ഒരു ചായയൊക്കെ കുടിച്ചു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഞങ്ങൾ TV ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ രാത്രിത്തെ ഫുഡ് സെറ്റ് ചെയ്യണം. ഇതെന്താ? ഹലുമയും പനീറും ഗ്രില്ല് ചെയ്തത്. സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നു. ഒരു പുതിയ വെറൈറ്റി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. കുറച്ച് നേരം ലുഡോ ഒക്കെ കളിച്ചു, TV ഒക്കെ കണ്ടു. ഇനി ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇനി നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, റെഡിയായി. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ ബീച്ചിലൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റിയില്ല, ജസ്റ്റ് ബോട്ടിങ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് സെയിം കോസ്റ്റ്യൂം തന്നെ ഇട്ട് ബീച്ചിലൊക്കെ പോയി കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ വേറെ ഇവിടെ അടുത്തുള്ള കുറച്ച് അട്രാക്ഷൻസ് കൂടെ കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോകും. സോ നമുക്ക് ഇനി ബീച്ചിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അവിടെ അല്ലേ? ഇതാണോ വഴി? ഈ വഴി പോയാൽ നമ്മൾ ഇന്നലെ പോയ ഒരു കാർ പാർക്കിലേക്ക് നമുക്ക് ഹൈക്ക് ചെയ്ത് പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത്. അതേ ദൂരെ കാണുന്നു നമ്മുടെ ഡർട്ടിൽ ഡോർ. ഒരു വര പോലെ അല്ലേ? ഓ, താഴെ ഇത് കൊറേ ബോട്ടുകള്, താഴെ ഇത് ആൾക്കാർ നിക്കണു. അവരെവിടെയാ നിക്കണേ? നോക്ക്, ബീച്ച്, നല്ല നീല വെള്ളം. അപ്പോൾ ഇന്ന് നല്ല കാലാവസ്ഥ. ഇവിടെ കുറച്ച് വാർണിംഗ് സൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സ്ലിപ്പറിയാണ്, അൺസ്റ്റേബിളാണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ടൈഡ്സ് ഉണ്ടാക്കും. ഷെൽട്ടറിങ് ബീച്ചാണ്, സബ്മേർജ്ഡ് ഒബ്ജക്ട്സ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചാടുമ്പോൾ ഒക്കെ കെയർഫുള്ളായിരിക്കണം. ഡു നോട്ട് ജമ്പ്, ഡു നോട്ട് ക്ലൈംബ്, ഫയറൊന്നും ഉപയോഗിക്കരുത്, ക്യാമ്പിങ് ചെയ്യരുത്, വേസ്റ്റ് ഒന്നും ഇടരുത്. എന്തോ ഒരു പണ്ടത്തെ സൈൻ ബോർഡാന്ന് തോന്നുന്നു. ഫോളോ ദ ഡൈവേർഷൻ. ഈ ഇടയ്ക്ക് ഉണ്ടായ ഒരു സ്റ്റോം കാരണം ഇവിടുത്തെ സ്റ്റെപ്സൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയി. അതുകൊണ്ട് ഇപ്പോൾ താഴോട്ടേക്ക് ആർക്കും ഇറങ്ങി ചെല്ലാനാവില്ല. നമ്മുടെ ഈ ഡർട്ടിൽ ഡോറ് ഈ ഒരു പാറ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് താഴെ നിങ്ങൾക്ക് അവിടെ നോക്കി അറിയാം, ഒരു സ്റ്റെപ്പ് പണിതുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ബീച്ചിലേക്കുള്ള ആക്സസ് കറൻ്റ്ലി ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. നമുക്ക് ഇവിടുന്ന് ഇതൊക്കെ കണ്ടുകൊണ്ട് പോവാം. കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ബീച്ചൊക്കെ കുറച്ച് നേരം കണ്ടിട്ട് പോവാം.
ഒന്നുകൂടെ ബീച്ചൊക്കെ ഒന്നുകൂടെ നോക്കി. എന്ത് നല്ല വെള്ളം, ഭയങ്കര തണുപ്പാണ്. പക്ഷേ വൺസ് നമ്മളൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ബോഡി അതായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ തിരിച്ച് കയറി കഴിഞ്ഞാൽ പിന്നെയും നന്നായിട്ട് തണുക്കും. പിന്നെ ഇത് പെബിൾസ് ആയതുകൊണ്ട് നമുക്ക് കാല് നനഞ്ഞു കഴിഞ്ഞിട്ട് നടക്കുമ്പോൾ ഭയങ്കര വേദനയാണ്, നല്ല പെയിനുണ്ട് കാലിന്. പിന്നെ പ്രോപ്പറായിട്ടുള്ള ഷൂസൊന്നും എല്ലാം ഇട്ടിട്ടില്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും ഇതിലൂടെ നടക്കാൻ. ഞാൻ ചെരുപ്പായിരുന്നു ഇട്ടത്, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഷൂസൊക്കെ ഇട്ട് വന്നാൽ ഓക്കെ ആയിരിക്കും. പക്ഷേ ബീച്ചിൽ നമ്മളങ്ങനെ ഷൂസൊക്കെ ഇട്ടിട്ട് വരും. നമ്മൾ വന്ന വഴി മൊത്തം ഇനി തിരിച്ചു കയറണം. കുറച്ച് പാടാണ്. ഇതേ നമ്മൾ അവിടെയായിരുന്നു ഇരുന്നേ, കയറി വന്ന് നമ്മളിവിടെ എത്തി. കഴിഞ്ഞാണ് അർജിത്തും ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ ആ നടുവിലുള്ള പാറയിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇവർ വെള്ളത്തിലൊക്കെ ഇറങ്ങി. നമ്മളിനി തിരിച്ച് പോവാണ്. ഇനി ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും അട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ അവിടെയും ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വീട്ടിലേക്ക് പോകാമെന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. സോ ഇനി നമുക്ക് വണ്ടിയിലെത്തിയിട്ട് കാണാം, എന്നിട്ട് എവിടെയാണ് പോകുന്നതെന്ന് പ്ലാൻ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഡേർഡിൽ ഡോറിൽ ബീച്ചിലൊക്കെ ഇറങ്ങി തിരിച്ച് കയറി വന്നു. അവിടെ വാഷ്റൂമിൽ നിന്ന് ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഇനി ഞങ്ങൾ പോകുന്നത് ബ്ലൂ പൂൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഞങ്ങൾ ഇതുവരെ അവിടെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. ഫോട്ടോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് പോയി നോക്കാം. ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ നല്ല സ്ഥലമാണ്, നാച്ചുറലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാമായിട്ടുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് കുറച്ചും കൂടെ വെയിലൊക്കെ ഉണ്ട്, കാലാവസ്ഥ നല്ലതാണ്, കുറച്ചും കൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു വെതറാണിന്ന്. സോ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അർജിത്ത് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നു. നോക്കട്ടെ. ഇതൊരു ഗൈഡ് ബുക്ക്. പിന്നെ പെർ അഡൾട്ട് എത്രയാ 9.75. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ 2 പിഗ് ഫീഡിങ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 3 പൗണ്ട് ഈച്ച്. അത് പിഗ്സിന് ഫീഡ് ചെയ്യുന്നത് എവിടുന്ന്? അതിനൊരു 1.25 ഇവിടെ തിരിച്ചെത്തണമെന്നാണ്. ഓക്കെ, കൊള്ളാം അല്ലേ? പ്രകൃതി രമണീയമായ ഒരു ഇതാ. നമ്മൾ എൻട്രൻസിൽ നിന്നാണ് ഇപ്പോൾ കയറി വന്നത്. ടീ റൂംസ്. ഓക്കെ, കുറേ എന്താ പറയുക, കുറേ ജീവികളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയണേ. നമുക്ക് അവരെയൊക്കെ കാണാൻ പറ്റട്ടെ. നിറയെ പൂക്കളൊക്കെ വിരിഞ്ഞിരിപ്പുണ്ട്. പ്രൈവറ്റാ അത്.
ഇതാണ് ഗൈസ് നമ്മൾ കാണാൻ വന്ന ബ്ലൂ പൂൾ. നമ്മളിപ്പം UK ലോങ്ങസ്റ്റ് റോപ്പ് പാലത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അർജിത്ത് പുറകെ നിൽക്കുക. അർജിത്തെ ഫോൺ താഴെ പോകും. ഇവിടെ നിന്ന് ഇപ്പം ഇവർ വഴക്ക് പറയും. അതുവരെ ഞങ്ങള് ബ്ലൂ പൂളിലെ കൂടെ ഒക്കെ കുറെ നേരം നടന്നു. ബ്ലൂ പൂള് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് എൻട്രൻസിൻ്റെ അവിടെ എത്തി. ഇവിടെ ഞങ്ങൾ ഇന്ന് പിഗ് ഫീഡിനും കൂടെ ഉള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിഗിന് കൊടുക്കാനുള്ള ഫീഡുമായിട്ട് ആൾക്കാർ ഇപ്പോൾ വരും. അപ്പം നമ്മൾ ഇവിടെയുള്ള പിഗ്സിനെ ഇന്ന് ഫീഡ് ചെയ്യും. ഒരു 3 minutes വെയിറ്റ് ചെയ്താൽ ആളിവിടെ എത്തുമെന്നാണ് പറഞ്ഞത്. സോ ഇവിടെ നമ്മുടെ കൂടെ കുറേ പേരുണ്ട്. പന്നീനെ തീറ്റിക്കുക, അതാണ് ഇതിൻ്റെ പേര്. പിഗ് ഫീഡിങ് കം മീറ്റ് പ്ലസ് ഫീഡ് അവർ ന്യൂ അറൈവൽസ്. പുതിയ പന്നികളാണ്. എന്തായാലും ഐ എം എക്സൈറ്റഡ്. നീ എക്സൈറ്റഡ് ആണോ? ഫീഡുമായിട്ട് ആൾ വന്നു. ഞങ്ങളെ കൊണ്ട് പിഗ്സിൻ്റെ അടുത്തേക്ക് പോവാണ്. Good afternoon, everybody. My name's Simon. Today we're doing pig feeding. Couple of quick safety rules for pigs. So these guys are only about 6 months old, a little bit less than that, so they are still babies. You won't believe it when you see them. They are big, hairy pigs. But as I say that, they're still kind of getting used to being fed, so they don't like being touched. So don't try and reach over and try and touch them, because they'll just bite you, or they'll run away. They're not that bothered. When you do feed them, try and throw it as far away from the fence as you can. So these are a wild boar mix. They're half wild boar, half Tamworth. So they've got a big shovel for a nose, and they are starting to dig under the fence where we're feeding them. So just try and throw it as far away from the fence as you can. I'm going to be inside the pen with them, just so I can make sure there's no hands going places they shouldn't. And I'll be spewing off some random bits and pieces about them. So if anyone's got any questions, just ask away. Alright, perfect. Right, follow me. Come up! They will in a second. There they come. Come up! Oh wow, actually happening. It's supposed to be the same age. I don't believe it for a second. Not particularly friendly, but they are friendlier than a wild boar. നമ്മൾ പന്നിയുടെ തീറ്റ ഇവിടെ നിന്ന് എടുക്കുകയാണ്. ഇത് ഇവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. നമ്മുടെ നാട്ടിലെ പശുവിൻ്റെ ഒക്കെ തീറ്റ പോലെ. എന്താ ഇതിനകത്തെന്ന് അറിയില്ല. നമുക്ക് സ്മെല് ചെയ്ത് നോക്കാം. ഒരു സ്മെല്ലും വരുന്നില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടോ? ഇല്ല. നമ്മളിങ്ങനെ തീറ്റകൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് മണ്ണും ഇതും തരംതിരിച്ച് അവരെന്നത് കഴിച്ചോളും. ഇതിപ്പോൾ 6 മാസമുള്ളൂ. ഇതിൻ്റെ ഒരു 3 times വലുതാവും. ഇതിൻ്റെ ഒറിജിനൽ സൈസ് എന്ന് പറയുന്നത് വലുതായി അഡൽട്ടായി പന്നിയാകുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ തീറ്റ തരും, അവരുടെ പന്നി നമ്മൾ ചുമ്മാ ഫീഡ് ചെയ്യാം. ഭാഗ്യമുണ്ടെങ്കിൽ സെയിൻസ്ബറിയിലോ ടെസ്കോയിലോ കാണാം. അങ്ങനെ ഞങ്ങൾ ബ്ലൂ പൂളിൽ നിന്ന് പിഗ്സിനെയൊക്കെ ഫീഡ് ചെയ്ത് ആ ഒരു സ്ഥലത്ത് കൂടെയൊക്കെ കുറേ നേരം നടന്ന് മയിലിനെയൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ എവിടെയാണ് ഇവിടെ അടുത്ത് നല്ല കേരള റെസ്റ്റോറൻ്റ് ഉള്ളത് ഫുഡ് കഴിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി വിശക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ബിസ്ക്കറ്റൊക്കെ തിന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ
ചോറൊക്കെ ഓർഡർ ചെയ്തെത്തി. ചട്ടിച്ചോറാണ്. ലക്ഷ്മി വെജിറ്റബിൾ ചട്ടിച്ചോറ്. എന്തൊക്കെ ഉണ്ട് ഇതിനകത്ത്? കോളിഫ്ലവർ, ക്യാബേജ്, വെണ്ടയ്ക്ക, മാങ്ങ, മുളക്. ഇതിനകത്ത് മുട്ടയും മീനും ഉണ്ട് എക്സ്ട്രാ. ചിക്കനും ഉണ്ട്. നമുക്കിത് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ഇല്ലാന്ന് പറഞ്ഞ് കേരള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഞങ്ങൾ ചട്ടിച്ചോറായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു രക്ഷയില്ലായിരുന്നു, സൂപ്പറായിരുന്നു. ഈവൻ വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ ഐറ്റത്തിനും. ഉപ്പേരിക്കും ഈവൻ അച്ചാർ വരെ നല്ലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ലക്ഷ്മി? വെജിറ്റേറിയൻ ഓപ്ഷൻ കോളിഫ്ലവർ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? കോളിഫ്ലവറും വെണ്ടയ്ക്കയും ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. നോൺ വെജിറ്റേറിയൻ ഓപ്ഷനിൽ മീൻ കറി ഉണ്ടായിരുന്നു, മീൻ പൊരിച്ചതുണ്ടായിരുന്നു, ചിക്കൻ ഒരു ഗ്രേവി ടൈപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഉപ്പേരികളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി വീട്ടിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ആവണം, ഒന്ന് സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കണം, ഉറങ്ങണം. അതാണ് മെയിൻ പരിപാടി. സോ അപ്പം ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇതുപോലെയുള്ള കുറേ വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.